ഹലോ ഗായ്സ്, രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി ഈ മഴയത്ത് ഇതെല്ലാവരും കൂടി അങ്ങോട്ടാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ വേറെ എങ്ങോട്ടും അല്ല ഗൈസ്, എൻ്റെ സ്വന്തം കോളേജിലേക്ക് തന്നെയാണ്. നമ്മുടെ ലൈഫിലൊക്കെ ഏറ്റവും വലിയൊരു ഡ്രീം ഡേ. യെസ് ഗൈസ്, നമ്മുടെ കോൺവൊക്കേഷൻ ഡേ തന്നെ. ആലുവ മാറമ്പിള്ളിയിലുള്ള MEA സെയ്മാറ്റിലായിരുന്നു ഞാൻ MBA ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് രാവിലെ എണീറ്റ് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 9 മണിക്ക് നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. മഴയ്ക്ക് മാത്രം ഒരു ശമനവും ഇല്ലായിരുന്നു. അന്ന് ഫുള്ള് തിരക്കായിരുന്നതുകൊണ്ട് എനിക്ക് ഡെക്കറേഷൻസും അറേഞ്ച്മെൻറ്റ്സും ഒന്നും വേണ്ട രീതിയിൽ എടുക്കാൻ പറ്റിയില്ല. ബട്ട് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഞാൻ തലേ ദിവസത്തെ കുറച്ച് ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ക്ലാസ്സിലെത്തി. നമ്മുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും തന്നെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കോൺവൊക്കേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ എല്ലാവരുടെയും 2 വർഷത്തെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലമാണ് മേടിക്കാൻ പോകുന്നത്. ഫോട്ടോഷൂട്ടൊക്കെ തകർത്ത് നടക്കുന്നുണ്ട്. ഈ ഒരു ഡേ കൂടെ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ അവരവരുടെ ജോബ് കരിയറായിട്ടൊക്കെ അങ്ങനെ പോകും. സോ എല്ലാവരുടെയും ലൈഫിൽ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ ഡേ തന്നെയായിരിക്കും ഇത്. സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു ഗംഭീര എൻട്രി ഉണ്ടായിരുന്നു. എല്ലാ പാരൻസിനും അവരുടെ മക്കളെക്കുറിച്ച് ഓർത്തുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അത്. ടോട്ടൽ 80 സ്റ്റുഡൻസ് ആയിരുന്നു നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറച്ച് വീഡിയോ ക്ലിപ്സ് കണ്ടാലോ? കണ്ടാൽ മാത്രം പോരട്ടോ ഗൈസ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരും നല്ല സുന്ദരന്മാരായിട്ടൊക്കെ നല്ല സ്റ്റൈലായിട്ട് നടന്നു പോകുന്നുണ്ട്. But I'm so happy to see that all those have registered. Please that Zenith Global. Congrats Anika. The graduates of MEA Saimat. Marambali hereby pledge. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടിയാണ്. ലഞ്ചിന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പൂവ് ചോദിച്ചതിന് പൂക്കാലം തന്നു എന്ന് പറയുന്നത് പോലെ കുറച്ച് ഗ്രേവി ചോദിച്ചതിന് ചേട്ടന്മാർ ഒട്ടും തന്നെ നമ്മളെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മുടെ താരം ഐസ്ക്രീമും. പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടികളായ ഫോട്ടോഷൂട്ട്, റീൽസ്, ക്യാപ് ടോസിങ് നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും കൂടി അടങ്ങിയിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ഫോട്ടോഷൂട്ടായിരുന്നു അത്. ഇനിയും ഇവരെയൊക്കെ കാണാൻ പറ്റുന്നത് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു സങ്കടം. അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും ബൈ പറഞ്ഞു പിരിഞ്ഞു.